आंजनेय स्वामी की जय। सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद सदा सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। हर हर नमः पार्वती पदये हर हर महादेव। കലികാലധർമ്മം നിർമ്മായമായി ചെയ്യാൻ ഒരുങ്ങി സമ്മേളിച്ചിട്ടുള്ള എല്ലാ ഭക്ത സുഹൃത്തുക്കളുടെയും മുന്നിൽ സാഷ്ടാംഗ പ്രണാമം സമർപ്പിക്കും. കോടാനുകോടി ഭക്തജനങ്ങൾ ശരീരികളായിട്ടും അശരീരികളായിട്ടും ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടാവും. അശരീരികളായിട്ടുള്ള എത്ര സുഹൃത ആത്മാക്കള് തൂണിലും തുരുമ്പിലും എവിടെയൊക്കെ സ്ഥലം എന്നന്വേഷിച്ച് പിടിച്ചിരിക്കുന്നുണ്ടാവും. അതാണ് ഈ കലിധർമ്മത്തിൻ്റെ കലികാലധർമ്മത്തിൻ്റെ പ്രാധാന്യം. ഹൃദയം പൊട്ടി നാമം ജപിക്കാറാവുക. മഹാദേവൻ കൈലാസത്തിൽ ഇരുന്നിട്ട് പ്രഖ്യാപിക്കുമല്ലോ, രാമമന്ത്ര ജപിസോ ഹേ മനുജ, രാമമന്ത്ര ജപിസോ. ആ മന്ത്ര ഈ മന്ത്ര നേചിനി ഗടബേട്ട സോമശേഖര തന്ന ഭാവിനി ദോരതി, രാമമന്ത്ര ജപിസോ. രാമമന്ത്രം സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ പാർവതി ദേവിയോട് മഹാദേവൻ പ്രഖ്യാപിച്ചതാണ് രാമമന്ത്രത്തിന് വൈഭവം. നിർണയം ചെയ്യുക ആർക്കാ നിർണയിക്കാൻ പറ്റുക രാമമന്ത്രത്തിന്റെ വൈഭവം? ത്യാഗരാജ സ്വാമികൾ അങ്ങനെയാണ്. മാധവ മന്ത്രത്തിന്റെ ബീജാക്ഷരവും ശിവമന്ത്രത്തിന്റെ ബീജാക്ഷരവും ചേർത്ത് വെച്ച ആ രാമമന്ത്രത്തിന്റെ വൈഭവം എത്ര വലുതാണ്. ആ രാമമന്ത്രത്തിന്റെ വൈഭവം അറിഞ്ഞുകൊണ്ട് ആ രാമമന്ത്രം ജപിച്ച് വേറെ ഒന്നും വേണ്ട എന്ന് ഹനുമാൻ സ്വാമിയെ പോലെ തോന്നുന്നവരാവുണ്ടോ ഇവിടെ തടിച്ചു കൂടിയിട്ടുള്ള ഓരോ ജീവാത്മാക്കൾ? എങ്കിൽ മഹാദേവന്റെ അവതാരം തന്നെയെന്ന് പറയാം. ഹനുമാൻ സ്വാമി മഹാദേവന്റെ അംശാവതാരം തന്നെയാണ്. ഹനുമാൻ സ്വാമിക്ക് അറിയാം എന്ത് ചെയ്യണം. എവിടെ എവിടെ രാമമന്ത്രമുണ്ടോ അവിടെ ഓടിയെത്തുന്ന ഹനുമാൻ സ്വാമിയുടെ ഹൃദയം. ആ ഹൃദയത്തെ നമുക്ക് ആവഹിക്കാൻ കഴിയൂ. ഈ കലികാലത്തിൽ ആ നാമത്തിന്റെ വൈഭവം ഉൾക്കൊണ്ടുകൊണ്ട് കർക്കടകമാസമില്ല സദാസേവ്യ ഭാഗവതി കഥ എപ്പോഴും കുടിക്കൂ. ഭഗവാന്റെ കഥകൾ കുടിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുക അറിയാണ്ട് നമുക്ക് രാമ കൃഷ്ണ ഗോവിന്ദ എന്ന് വിളിക്കാൻ പോകും. ഹൃദയം പൊട്ടിയിട്ട് വിളിക്കുന്ന ഓരോ മന്ത്രത്തിൻ്റെയും വൈഭവം വളരെ വളരെ വലുതാണ്. ഹൃദയത്തില് ധ്യാനം മാത്രം മതി. ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ കൂടി ഉണ്ടായാലേ നമുക്ക് സന്തോഷമാവുള്ളൂ. ദ്വാപരയുഗാവുമ്പോഴേക്കും കാണണം നമ്മുടെ അതേ രൂപത്തിൽ ഭഗവാനെ വെച്ച് ആരാധിക്കണം. കലികാലായാൽ അതും പറ്റില്ല, നാമം മാത്രം മതി. അങ്ങനെയാണ് നാമജപം കൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ കഴിയും. ഞാനും ഈശ്വരനും ഒന്നാണ് എന്ന ഭാവത്തിലേക്ക് അഹം ബ്രഹ്മാസ്മി പ്രജ്ഞാ ബ്രഹ്മ
അയം ആത്മാ ബ്രഹ്മ തത്വമസി എന്ന് പറയുന്ന 4 വാചകങ്ങൾ, വാചകങ്ങൾ, 4 വേദങ്ങളുടെയും സാരമായിട്ടുള്ള അതൊക്കെ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാറാവും നാമജപമുണ്ട്. ഇത് നമുക്ക് ഒരു വിശ്വാസം എത്രത്തോളം വരും? ഇത് ഒന്നേ വേണ്ടു എന്ന് പറഞ്ഞാൽ രാവിലെ അലാറം കേട്ടിട്ടോ അലാറം കേൾക്കാതെ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പിന്നെ ശരീരത്തില് ക്ഷീണം വന്ന ഉറക്കം വരുന്നത് വരെ അനന്യാശ്ചിന്തയന്തോമാ യേ ജനാഃ പര്യുപാസത, വേറെ ഒരു ചിന്തയില്ലാതെ ആ നാമത്തിൽ നമ്മൾ ഉറച്ച് ഇരിക്കുമ്പോൾ 7 ദിവസം നമുക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയാൽ പിന്നെ ഒരു സംഗതി നമുക്ക് വേറെ വേണം തോന്നില്ല. കാരണം ഈശ്വരഭാവത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടാവും. പക്ഷെ ഈ 7 ദിവസം വേറെ ഒരു ചിന്തയില്ലാതെ അനന്യാഹ ചിന്തയന്ത അനന്യാശ്ചിന്തയന്തോമാ യേ ജനാഃ പര്യുപാസത. പര്യുപാസന അതിന്റെ വാക്കിലേക്ക് വലിപ്പം നോക്കി നോക്കൂ. പരി എന്ന് പറഞ്ഞാൽ ചുറ്റും, ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, ആസത ഏതു സമയത്തും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ടിരിക്കുന്നു. വേറൊരു ചിന്തയില്ലാതെ ആ നാമത്തിൽ മാത്രം മുഴുകിയിരിക്കുന്നു. 7 ദിവസം വേണ്ടു നമ്മുടെ പുലിവാരികൾ മുഴുവൻ പോയിട്ട് ആ ഈശ്വരനിലേക്കുള്ള ഭാവത്തിൽ നമ്മൾ ഉയരാം. അതിനുള്ള മനോബലം നമുക്ക് ഉണ്ടാവണ്ടേ? ആ മനോബലം ഉണ്ടാക്കി തരുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റുകളാണ് ഭാഗവത സപ്താഹ വേദികൾ. മൂക്കുകൂടിയും ചെവി കൂടിയും കണ്ണുകൂടിയും ഒക്കെ ട്യൂബ് ഇട്ടിട്ട് അങ്ങനെ ശരീരത്തിനെ നിലനിർത്തുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ ശ്രേയോമാർഗത്തിൽ മുന്നേറാനുള്ള ഒരു ആവേശം നമുക്ക് എന്നുണ്ട്. ഓരോ ഇരുമ്പ് തരികൾക്കും കാന്തത്തിനോട് എങ്ങനെ ആകർഷണമുണ്ടോ അതുപോലെ നമ്മുടെ ഹൃദയത്തിനുള്ളിലിരിക്കുന്ന ജീവാത്മസ്വരൂപത്തിന്, ആത്മസ്വരൂപത്തിന് പരമാത്മാവുമായിട്ട് അങ്ങോട്ട് ചേരാനുള്ള ഒരു വ്യഗ്രത ഏത് സമയമുണ്ട്. ആ വ്യഗ്രതയെ നമുക്കങ്ങോട്ട് ഉണർത്തി കയറുമുരി അങ്ങോട്ട് വിടാൻ നമുക്ക് സാധിക്കും ഈ ICUവിൽ നിന്ന്. ഈ ICU അങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഈ 7 ദിവസം നമുക്ക് മഹാദേവൻ അനുവദിച്ചു തന്നിട്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ വേദി എന്ന് പറഞ്ഞാൽ അതിന്റെ മഹത്വം അതാണ്. എത്രയോ സപ്താഹം കേട്ടിട്ടുള്ള ചെവികളാവും ഈ ഇരിക്കുന്നത്. ആ കണ്ണ് കണ്ടറിയാം. ശ്രദ്ധാരഥ്യം ഭക്തി അനുക്രമിശ്വരീന്ന്. ശ്രദ്ധയുള്ളവന് മാത്രമേ രതി ഉണ്ടാവുള്ളൂ, രതിയുള്ളവന് മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. ക്രമേണ ആ ഭക്തിയുടെ വൈഭവം, അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പത്ത് വേറെ ഒന്നുമില്ല നമുക്ക്. പ്രത്യേകിച്ച് ഈ കരികാലത്ത് സർവ്വതും നമ്മുടെ ശ്രേയോമാർഗത്തിന് വിഘ്നങ്ങളായിട്ട് നമ്മുടെ ചുറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, കരികാലത്തിന്റെ ഈ സാഹചര്യത്തിൽ നമുക്ക് നാമജപങ്ങളെ കൊണ്ട് ഭഗവാനിലേക്ക് എത്താനുള്ള എളുപ്പ വഴി. ഭഗവാന്റെ വൈഭവം യുഗങ്ങൾ തോറും ഉള്ളത് വേദവ്യാസാദികൾ നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ഭഗവാന്റെ വൈഭവങ്ങൾ എഴുതി വെച്ചു തന്നു. ഭഗവാന്റെ വൈഭവം മാത്രമായിട്ട് ഗ്രന്ഥം ഉണ്ടാക്കി. അതാണ് ഭാഗവതം. അത് പുത്രനെ പറഞ്ഞു കൊടുത്തു ശുഭബ്രഹ്മർഷിക്ക്. ശുഭബ്രഹ്മർഷി അതിനെ കുറച്ചും കൂടി വിസ്തരിച്ച് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കേട്ട സൂതൻ അത് ശൗനകാദി മഹർഷിമാർക്ക് നൈമിഷാരണ്യത്തിൽ വെച്ച് കുറച്ചും കൂടി വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അത് നമുക്കായിട്ട് വേദവ്യാസൻ എഴുതി വെച്ച് തന്നു 18,000 ശ്ലോകത്തിലായിട്ട്. ഈ കലികാലത്ത് നമുക്ക് അനുസന്ധാനം ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ കലികാലത്തിന് നമ്മൾ ഇതന്നെ ഭാഗവതം എന്ന് പറയാം. ഓരോ കാലത്തിലും ഭാഗവതം എന്ന് പറഞ്ഞതിന്റെ സ്വരൂപം ചിലപ്പോൾ മാറി മാറി പറഞ്ഞു വരാം. ഓരോ കാലത്തും മാറി മറിഞ്ഞു വരാം. ഓരോ യുഗങ്ങൾ തോറും പലതായി വരാം. ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന,
ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് മാത്രം ചിന്തിപ്പിക്കുന്ന ഗ്രന്ഥം ഏതോ അതാണ് ഭാഗവതം. ഭഗവാന്റെ മഹിമ പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഭഗവാന്റെ മഹിമ, ആ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചാൽ, ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അത് ഭഗവാൻ എഴുതി ഈ പ്രപഞ്ചം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചപ്പോ അപ്പൊ എഴുതി വെച്ച നിയമത്രേ, എന്നെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഞാൻ കൈവിടില്ല. ആ ആശ്രയഭാവം അതാണ് ദ്വാദശ സ്കന്ധത്തിന്റെ ലക്ഷണം പോലും ശ്രീമദ് ഭാഗവതത്തിൽ. ആശ്രയിക്കുക. എന്തിന്? ദുഃഖം വന്നാലും ഇത് ഭഗവാൻ തരുന്നതാണല്ലോ, സന്തോഷം വന്നാലും ഇത് ഭഗവാൻ തരുന്നതാണല്ലോ, എന്ത് വന്നാലും കാല് പാറയിൽ വെച്ച് മുറിയായി, അതും ഭഗവാൻ തന്നതാണല്ലോ. അതല്ല പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ലോട്ടറി അടിച്ചു എന്ന് തോന്നുന്നത്, അതും ഭഗവാൻ തന്നതാണല്ലോ. എല്ലാറ്റിനെയും ഒരേപോലെ കൈകാര്യം ചെയ്യാനുള്ള മനസ്സിന് ഉടമകളാക്കാനാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാഗവതത്തിന്റെ മഹത്വം അതാണ്. സർവ വേദാന്ത സാരമാണ് ഭാഗവതം എന്ന് പറഞ്ഞാലോ, ഭഗവാന്റെ മഹിമയെ മനസ്സിലാക്കലാണ് സർവ വേദാന്തങ്ങളുടെയും സാരം. ഏത് വേദം ഉപാസിക്കുകയാണെങ്കിലും, ഏത് ഉപനിഷത്ത് ഉപാസിക്കുകയാണെങ്കിലും, ഇനി അതിനൊക്കെ വ്യാഖ്യാനിച്ചിട്ടുള്ള പുരാണങ്ങളോ ബ്രാഹ്മണങ്ങളോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിനാ? ഭഗവാന്റെ മഹിമ ഓരോ തൂണിലും തുരുമ്പിലും നിലനിർത്തിക്കൊണ്ടുവന്ന ഭഗവാന്റെ അത്യത്ഭുതമായ ഭാവം, അത്യത്ഭുതമായ സാന്നിധ്യം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ കഴിയില്ല. സുഖദുഃഖേ സമേകൃത്വ ലാഭാലാഭോ ജയാജയം ഗീതയെ പറയുന്നില്ലേ? ഈ പ്രാപഞ്ചികമായ സുഖത്തിനോടും ദുഃഖത്തിനോടും ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ, ഒരു ഡിറ്റാച്ച്മെന്റും ഇല്ലാതെ, ഡിറ്റാച്ച്മെന്റും ഇല്ലാതെ അതിന്റെ മധ്യത്തിൽ അങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്ന ഭാവം, അതങ്ങനെയാണ് ഈശ്വരഭാവം. നമ്മൾ ഈശ്വരീയതയിലേക്ക് ഉയരാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചികമായ സുഖത്തിനോടും ദുഃഖത്തിനോടും ഒരേപോലെ വിട്ടു നിൽക്കാൻ കഴിയാവുന്നതാണ്. ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നതിന് ഏറ്റവും മുതിർന്നതായ മരുന്നുകളാണ് ഈ ICU നമുക്ക് കിട്ടുന്നത്. അത് അങ്ങനെ നേരിട്ട് ട്യൂബായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇഞ്ചക്ഷനായിട്ട് നേരിട്ട് കയറ്റുകയാണ്. പിന്നെ കയ്യിൽ വെക്കേണ്ട ഭാരമില്ല, കൊണ്ടേ തടഞ്ഞു എന്നുള്ള ഭാരമില്ല. അത് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുക ചെയ്യുന്നത്. ഓരോ ഞരമ്പിലും നമ്മളുടെ കുത്തി വെച്ചിട്ടുണ്ട് ട്യൂബ് ഇഞ്ചക്ഷനായിട്ട്. ഇവിടെ ഒരു ട്യൂബ്, അപ്പുറത്തൊരു ട്യൂബ്, അപ്പുറത്തൊരു ട്യൂബ്, നിറച്ച് ട്യൂബാ സപ്താഹത്തിൽ പങ്കെടുത്താൽ. ഈ ട്യൂബ് കൂടെ ഒക്കെ കയറുന്ന എനർജി ഉണ്ടല്ലോ, ആ എനർജി എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ശ്രേയോമാർഗത്തിൽ നമുക്ക് അങ്ങോട്ട് മുന്നേറാൻ സാധിക്കും, ഓടി ഇങ്ങോട്ട് പോവാൻ പറ്റും. നമ്മളെ തോൽപ്പിക്കാൻ ഒളിമ്പിക്സിന് പോലും ഒരാളുണ്ടാവുകയും വേറെ. അതാണ് ശ്രേയോമാർഗം. എവിടേക്കാണ് നമ്മുടെ ശരീരം പ്രകാരം നിശ്ചലമായിട്ട് നിൽക്കും, പക്ഷെ നമ്മുടെ ഹൃദയം ഓടും. ഹൃദയം അതിവേഗത്തിൽ ഓടും ഭഗവാനിലേക്ക്. അങ്ങനെ പോയി കുറെ കൊണ്ട് എത്തിയാൽ ആ ഹൃദയം കൊണ്ട് പൊട്ടും. ഹാർട്ട് അറ്റാക്ക് അതങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷിയന്തേ കർമാണി ദൃഷ്ടേവാത്മനീശ്വരേ. ആ ഹൃദയം അങ്ങോട്ട് ഓടി പോകുമ്പോ അതങ്ങോട്ട് പൊട്ടി ചിന്നി ചിതറുമ്പോ എന്താ വേണ്ടത്? ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ. അതുവരെ സംശയങ്ങൾ പലതുണ്ടാവും. ഇതാണോ വേണ്ടത്? ആ ഹൃദയം കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയം ഉണ്ടാവില്ല നമുക്ക്. അജാമിന്റെ ഹൃദയം പൊട്ടി നാമം ജപിച്ചപ്പോ പിന്നെ അജാമിന് ഒരു സംശയം ഉണ്ടായില്ല. ഇങ്ങനെ എത്ര ഭാഗവതന്മാരുടെ ഹൃദയം പൊട്ടിയപ്പോ പിന്നെ എനിക്കൊരു സംശയമില്ല. ആ ഹൃദയത്തെ പൊട്ടിക്കുന്ന ICU ആണ് ഇത് സപ്താഹം. ഹൃദയം അപ്പൊ ഹൃദയം ഹൃദ്രോഗം അശ്വഹിനോദി. ആ ഹൃദയത്തിന്റെ രോഗം വേഗം തീർക്കും. എന്താ ഹൃദയത്തിന്റെ രോഗം? അങ്ങനെയുള്ള ആകർഷണം. ഈ ഹൃദയത്തിന്റെ രോഗം എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ രോഗം എന്താ? യഥാർത്ഥത്തിലുള്ള രോഗം. ആ രോഗം ഈ കാമം ക്രോധങ്ങളിലേക്ക് അങ്ങനെ പോകാനുള്ള ഒരു രോഗമുണ്ട്. ആ
ആ രോഗം മാറ്റി പോകേണ്ടോടത്തേക്ക് പോകും. ആ പരമാത്മാവിലേക്ക് നമ്മുടെ ഹൃദയത്തെ അങ്ങോട്ട് തൊടുത്തു വിടുന്നതായ ഭാവം നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് ഭാഗവത സപ്താഹം. അതിന്റെ വില മനസ്സിലാക്കണം. ഭാഗവത മഹാത്മ്യല്ലേ ഇപ്പോ അനുസ്മരിക്കുന്നത്. മഹാത്മ്യം ഉൾക്കൊണ്ടാലേ നമുക്ക് ഇതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ കയ്യിലാണ് നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ഉള്ളൊരു പരമേശ്വരയ്യര് പ്രേമ സംഗീതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്താ? നമ്മളാണ് നമ്മളുടെ മുക്തിക്കും ബന്ധത്തിന് കാരണക്കാരൻ. അപ്പൊ നമ്മുടെ മുക്തി ഈ ഒരൊറ്റ സപ്താഹം കൊണ്ട്, ഈ ഒരു നിമിഷം കൊണ്ട് തന്നെ എനിക്ക് വേണമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പിക്കണതിന്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ ഈ ഹൃദയത്തെ പൊട്ടിച്ചു ഭഗവാനിലേക്ക്. അതിനുള്ളൊരു ആവേശം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. പിന്നെയും സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. ഈ പ്രപഞ്ചത്തിനോട് ഒരു പ്രതിപത്തി നമുക്ക് ഉണ്ടാവരുത്. ഭഗവാനോടുള്ള പ്രതിപത്തി മാത്രം. ആ ഒരു പ്രതിപത്തി മാത്രമാണെങ്കിൽ നമുക്ക് വേറൊരു സാധനം വേണ്ട ഭഗവാനിക്ക് എത്താൻ. ഒരു വിമാനം വേണ്ട നമുക്ക് എത്താൻ. ആ ഭഗവാനോടുള്ള പ്രേമം മാത്രമല്ല. ആ പ്രേമം ഭഗവാന്റെ വൈഭവങ്ങൾ മനസ്സിലാക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ആ ഒരു പ്രേമം നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കും. ഓരോ ജീവാത്മാക്കളും ആ പരമാത്മാവിൽ എത്താനാണ് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെ നമ്മളൊക്കെ കൊതിക്കുന്നത് ആ ഭഗവാനിലേക്ക് എത്താനാണ്. ആ കൊതി നമുക്ക് കൂടുതൽ ഉണ്ടാക്കി തരുന്നതാണ് ഭാഗവത സപ്താഹം. ഭഗവാന്റെ കഥകൾ കുറച്ച് കഥകളെ പറയുന്നുള്ളൂ. അതും നമ്മൾ ജീവിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവിന്റെ 51ാമത്തെ ദിവസത്തില് 51ാമത്തെ വയസ്സില് ആദ്യത്തെ ദിവസത്തില് രാവിലെ ഒരു 6 to 7 നടക്കുന്ന കഥയെ കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു. പിന്നെയൊക്കെ വേഗം പറഞ്ഞു വൈകുന്നേരമുള്ളത് വേഗം പറഞ്ഞു തീർക്കുന്നു. ഇതാണ് ഭാഗവതത്തിൽ അവിടെയും ഇവിടെയും കേട്ട് പറയുന്ന കഥകളൊക്കെ. നമ്മുടെ ബ്രഹ്മാവിന്റെ ഇങ്ങനെ കോടാനുകോടി ബ്രഹ്മാവുമാരാണ്. അവരുടെയൊക്കെ ചിലപ്പോൾ 5 വയസ്സായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടാകും ഈ പ്രപഞ്ചത്തിൽ. ചിലപ്പോൾ 15 വയസ്സായിട്ടുള്ള ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്ന ബ്രഹ്മാവുണ്ട്. ചിലപ്പോൾ മൂക്കിൽ ട്യൂബ് കഴിച്ചിട്ട് എപ്പോഴാ പോവുക നിശ്ചയിക്കാത്ത ബ്രഹ്മാവുമാരുണ്ടാവും ഈ പ്രപഞ്ചത്തിൽ. നമ്മുടെ ബ്രഹ്മാവ് ഒരു മധ്യവയസ്കനാണ്. 51 വയസ്സേ ഉള്ളൂ. 51ാമത്തെ വയസ്സിൽ ആദ്യത്തെ ദിവസത്തിൽ ഇപ്പൊ ഉച്ച സമയമാണ്. അദ്ദേഹത്തിന്റെ രാവിലത്തെ കാര്യം മാത്രമാണ് ഭഗവാൻ ഈ ഭാഗവതത്തിൽ കുറച്ച് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കിങ്ങനെ കുറച്ച് മനസ്സിലാക്കിയാൽ അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും, അപ്പൊ മിനിഞ്ഞാന്ന് എന്തൊക്കെ ആയിട്ടുണ്ടാവും നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പൊ ഇന്നലെ മറ്റേ ബ്രഹ്മാവിന്റെ ഭഗവാൻ എങ്ങനെയാണ് നടക്കുന്നത്, ആ ബ്രഹ്മാവിന്റെ രാവിലെ എങ്ങനെയായിരുന്നു, ഇതിന് 5 വയസ്സിൽ എങ്ങനെയായിരുന്നു, ഇതൊക്കെ ഇതിന്റെ വൈഭവം നമുക്ക് മനസ്സിലാവും. അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകകോളം തിരിയുന്ന മാർഗം അതങ്ങോട്ട് നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്താ അറിയേണ്ടത്? നമുക്കറിയേണ്ടത് എന്താ? ആ ഭഗവാന്റെ മഹിമ. നമ്മളെ ഇങ്ങോട്ട് വരുമോ, എൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ടി നിൽക്കുന്ന ആ ഭഗവാന്റെ കൈകൾ മാത്രം കാണുക. ആ കൈയിന് നേരെ ഓടിച്ചെല്ലുക. ആ ഭഗവാൻ വാരിക്കുള്ളത് നമ്മളെ. അത് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ അവകാശമുള്ളൂ. ബാക്കി എന്തൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ നമുക്ക് വിനയാവും. അതുകൊണ്ട് ആഗ്രഹിക്കേണ്ട മറ്റതൊന്നും. ആഗ്രഹിക്കുന്നത് ഒന്ന്, ഒരേ ഒരു ലക്ഷ്യം ശബരിമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18ാം പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. എത്ര വലിയ ഫിലോസഫിയാണ് ഈ 4 സ്റ്റാൻസയിൽ പറയുന്നത്. നോക്കി, നമുക്ക് ഒരേ ഒരു ലക്ഷ്യമാണോ, ഒരേ ഒരു മോഹമാണോ, ഒരേ ഒരു മന്ത്രമേ നമ്മൾ ജപിക്കുന്നുള്ളൂ നിന്നോ, ഒരേ ഒരു മാർഗമാണോ? 18 പടികളുണ്ട്.
18 പുരാണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, 18 ഉപപുരാണങ്ങൾ എഴുതി വെച്ച് തന്നിട്ടുണ്ട്. ഇതൊക്കെ വായിക്കണമെന്നാണോ? അല്ല. നമുക്ക് അങ്ങനെ ആവാതിരിക്കുന്ന പലപ്പോഴും നമുക്ക് ഈ ശരീരത്തെ പരിപോഷിപ്പിക്കാനുള്ള വ്യഗ്രതയാണ്, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കളെ പരിപോഷിപ്പിക്കാനുള്ള വ്യഗ്രതയാണ് നമുക്ക് അധികം എന്ന് നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. അതിനല്ല ഋഷിവര്യന്മാർ ഈ എഴുതി വെച്ച് തന്നിട്ടുള്ളത്. അതൊക്കെ വിട്ടോളൂ, അത് നടക്കും. അതൊക്കെ ഈ ശരീരം ഉണ്ടാക്കിയാലൊക്കെ ഈ ശരീരം കൊണ്ടു നടക്കാമെന്ന് പറയാം. ഈ ശരീരത്തെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മണ്ണാങ്കട്ടിയും ചെയ്യണ്ട. ഈ ശരീരത്തിന് അനുഭവിക്കാനുള്ള സുഖങ്ങളും ഈ ശരീരത്തിന്റെ അടുത്തേക്ക് വരും. ഈ ശരീരത്തിന് അനുഭവിക്കാനുള്ള സുഖങ്ങളും ഈ ശരീരത്തിനോടൊപ്പം വരും. അതിനു വേണ്ടിയിട്ട് ഒട്ടും പ്രയത്നിക്കേണ്ട. പ്രഭാത പറയണില്ലേ സപ്തമസ്കന്ധത്തിൽ കുട്ടികളോട്, ഇതിനു വേണ്ടി ഒന്നും പ്രയത്നിക്കേണ്ട. സുഖം ദുഃഖം വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിനോട് ബന്ധപ്പെട്ട് നമുക്ക് സുഖം വരുമ്പോൾ അതിന് അടിമപ്പെടാതെ, ദുഃഖം വരുമ്പോൾ അതിലത് മുങ്ങാതെ, നമ്മൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ആ ഒരു മാനേജിങ് പവർ മാത്രം മതി നമുക്ക്. വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെയുള്ള സമയം മുഴുവൻ, പിന്നെയുള്ള വ്യഗ്രത മുഴുവൻ ഞാൻ ആരാണ്, ഹു ആർ യു, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ് എന്ന ആ ഭാവത്തിലേക്ക് ഉയരാനുള്ള ആ മരുന്ന് മുഴുവൻ സ്വീകരിക്കൂ. അതിന് ഏറ്റവും നല്ല മരുന്ന് ഭഗവാനെ ആശ്രയിക്കുക. ആ ആശ്രയത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. ഒരു ലക്ഷ്യം നമ്മളോട് തുടങ്ങിക്കോ. ശരണമയ്യപ്പ, ശരണം പ്രാപിക്കുക. ശരണം തന്നെ ആ ഭഗവാന്റെ ഏതൊരു നിമിഷവും കാണാൻ കഴിയുക. എപ്പോഴും ഏതൊരു നിമിഷവും നമുക്ക് ഭഗവാനെ തന്നെ ചിന്തിക്കാൻ കഴിയും. നിമിഷ ലവാർത്ഥമപി എന്നൊക്കെ പറയും ഭഗവത്. ഏതൊരു നിമിഷം ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം നിലനിർത്താൻ നമുക്ക് കഴിയുമോ? നമ്മൾ ഭഗവാൻ വേറെ ഇല്ലാണ്ടാവും, സംശയിക്കണം. അതിനുള്ള കഥകൾ നിരന്തരം പറയുന്ന ഭാഗവതം. ആ ഭാഗവതത്തിലേക്ക് തന്നെ എപ്പോഴും മനസ്സിനെ കൊണ്ടെത്തിക്കുക. ഈ ഭാഗവതത്തിന്റെ മഹത്വം പത്മപുരാണത്തിൽ 255 അധ്യായത്തിലുള്ള ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ 300 ചില അധ്യായങ്ങളുള്ളൂ. പത്മപുരാണത്തിൽ 255 അധ്യായത്തിലായിട്ട് പറയുന്ന പത്മപുരാണത്തിൽ 6 അധ്യായം. 18 അധ്യായത്തിലാണ് ഭഗവത്ഗീതയുടെ മഹാത്മ്യം പറഞ്ഞിട്ടുള്ളത്. 18 അധ്യായമുള്ള ഭഗവത്ഗീതയുടെ മഹാത്മ്യം പത്മപുരാണത്തിൽ 18 അധ്യായത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം 6 അധ്യായത്തിൽ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് പത്മപുരാണത്തിൽ. അതിന്റെ അധ്യായം നമുക്ക് പാരായണം ചെയ്ത് ആ പത്മപുരാണ പ്രോക്തമായ ആ ഭാഗവത മാഹാത്മ്യം അതൊന്ന് അനുസ്മരിച്ച് നമുക്കിപ്പോൾ സമർപ്പിക്കാം. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രധാസുതം പ്രഥമോധ്യായ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവൃജന്തമപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹരാധരാജുഭാവ പുത്രേരിതന്മേതയാതരോഭേദസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേസൂതനാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദജലശൗനകോ ബ്രവേ ശൗനകവാച അജ്ഞാനധ്വാന്തവിധ്വംസകോടിസൂര്യസമപ്രഭ സൂതാഖ്യാനികഥാസാരമോകർണരസായനം ഭഗവജ്ഞാനവിരാഗാപദോ വിവേകോർദ്ധതേ മഹാൻ മായാമോഹനിരാസസ്യ വൈഷ്ണവൈകീയതേ കഥം ഇഹ ഭവേ കലോ പ്രായ ജീവശ്ചാസുരാംഗത
ക്ലേശാക്രാന്തസ്യ ശോഭനേ കിംപരായണം ശ്രേയസാനിർഭവേശ്രയ പാവനാനാം ച പാലം കൃഷ്ണപ്രാപ്തികരം ശശ്വസാധനം തദ്വദാധുന ചിന്താമണിലോകസുഖം സുരസ്വർഗസമ്പദം പ്രയച്ഛദ്രപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം സൂതകുമാര വേദിശ്വരജത്തേദേഹ്യവസ്യുജാഗ്രജ സർവസിദ്ധാം നിഷ്പന്നം സംസാരഭയനാശനം ഭക്തിയോഗവർദ്ധനം വെച്ച കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ വിധാസ്യാമി സാവധാനതയാശ്രു കാവ്യാമഭഗ്നാസത്രാസന്ത്രനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം ഏതസ്മാദപരം കിഞ്ചിൻ മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം തദാ ഭാഗവതം ലഭേൽ പരീക്ഷിതേ കഥാമൃതം സഭായാം സംസ്ഥിതേ സുധാകുംഭം വിഹിത്വൈവ ദേവാസ്തത്ര സമാഗമൻ സുഖം നത്വാ വദൻ സർവേ സുരാഗശാസുരാഃ തഥാ സദാ പ്രയച്ഛസ്വസ്ഗൃഹീത്വൈവ സുധാമ്യാം ഏവം വിനിമയേ ജാതേ സുധാജ്ഞാ പ്രമേയതാം പ്രഭാസ്യാമ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ രാജഃ ക്വ മുനിർമഹാൻ ബ്രഹ്മനാദോ വിചാരികം തദാ ദേവാൻ ജഹാസഃ അഭക്താംസ്താംശ്ച വിജ്ഞായ നദദൗ സർധാമൃതം ശ്രീമദ്ഭാഗവതേ മാതാസുരാണാപി ദുർലഭ രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുരാധാതാഭിസ്ഥിത സത്യലോകേ ദുരാമൃദ്ധാതോയേന സാധനാന്യജ രഘുന്യന്യാനിജാതാനി ഗൗരവേണ ഇദം മഹൽ തദാ ക്ഷണാഃ സർവേ വിസ്മയം പരമന്യോ മേനേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കലൗ പഠനാശ്രവണാൽ സർവ്യോയകുണ്ഠഫലദായകം സപ്താഹേന ശുഭം ചെയ്തൽ സർവഥാം കൃതിദായകം സനകാഗ്നീഃ പുരാപൂർവം നാരദായ ദയാപരേഃ യദ്യപിബ്രഹ്മസംബന്ധാശ്രുതമേതൽ സുരർഷിണ സപ്താഹ ശ്രവണവിധി കുമാരൈസ്തസ്യ ഭാഷിത ശൗനക ഉവാച ലോകവിഗ്രഹം കൃതസ്യ നാരദസ്യ അസ്ഥിരസ്യ ച വിധിശ്രദേവതഃ പ്രീതി സംയോഗകുത്രതൈഃ സഹ സൂത ഉവാച അത്ര ദേഹേതൈഷ്യം ഭഗവത്യോപദം തഥാഗം സുഖേന മേൽപ്രോക്തം രഹസ്യഷ്യം വിചാരിച്ച ഏകദാ വിചാരായാം ചത്വാര ഋഷയോ അമനാഃ സത്സംഗാർത്ഥം സമായാത ദുർജസ്തത്ര നാരദം കുമാര ഊജോ കഥം ബ്രഹ്മന്തി മുഖാത്പുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യദേവപ്രകൃതശ്ച ആഗമനം തഥാ ഇദാനീം ശൂന്യചിത്തോസി ഗർവിത്വൈധാജന തവേദം സംഘസ്യ നോചിതം വദകാരണം നാരദ ഉവാച അഹം പൃഥിവീം യാതോജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീലിംഗം സേവിതം ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ നാവശ്യം കുത്രചിച്ച മനസ്സന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ഫലേന ബാധിതാധുന സത്യമാസ്തവസ്വതയാദാനന്ദേ ഉദരം ഭീണോ ജീവപരാകാഃ കൂട്ടഭാഷിണ അന്താസ്വന്തതയോ മന്ദഭാഗ്യാഹ്യപദ്രുതാഃ വാഹനനിരതാസ്വന്തവിരക്തവാസ്വപരിഗ്രഹാഃ തരുണീ പ്രഭുതാഗേ സ്യാലോ ബുദ്ധിദായകഃ കന്യാവിക്രയണോ ലോഭാൽ ദമ്പതീനാം ചകൃണം ആശ്മായ നിരുദ്ധാസ്തീർത്ഥാനി സിതസ്തഥാ ദേവതായനാന്യത്ര ദുഷ്ടേർനഷ്ടാനി ഭൂരിശ നയോഗീനൈക സിദ്ധോ നജ്ഞാനി സക്രിയോവര കലിതാവാലേനാദ്യ സാധനം ഭസ്മതാംഗതം അട്ടസുരാജപദാശ്യവതുലാദ്വിജാതയ കാമിന്യാഃ കേശസൂരീയസംഭവന്തി കലാവിഹ ഏവം പശ്യന്തയർദോഷാൻ പരിഗണനീമഹം യാമനം സർവാപനോ യത്രീലാഹരേരഭൂൽ തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശൂയതാം തന്മീശ്വരാഃ ഏകാഗ്രതൃണീകൃതം ഷണ്ണാഖിന്നമാനസാ വൃദ്ധൗ ദ്വൗ പതിതൗ പാർശ്വേ നിസ്വസന്താവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി ഋതീ ച തയോഃ പുരാ ദശദിക്ഷുദീക്ഷന്തി ദക്ഷിണാനന്ദജന്മഭോ ബീജ്യമാനാസഹസ്രേഭ്യോധ്യമാനമുഹോ ദൃഷ്ട്വാ ദുർഗാംഗവഃ സോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ യുദ്ധിതാപാലാ വിഹുനാ ചാബ്രവീദ്വജ ബാലോ വാച ഭോ ഭോ സാദോക്ഷണം ദുഷ്ടമച്ചിന്താം വിനാശയ ദർശനന്തരലോകസ്യ സർവദാഘഹരം ബലം ബഹുധാ പ്രവാക്യേന ദുഃഖസാന്ദ്രഭവിഷ്യതി യൽഭാഗ്യം ഭവേൽ ഭൂരി ഭവതോ ദർശനം തദാ നാരദ ഉവാച കാസിത്വം കാവിമോചൈമാനാഭ്യഃ കാഃ പത്മലോചനാഃ വദനേ സവിസ്താരം സസുഖസ്യ കാരണം ബാലോ വാച അഹം ഭക്തിവിഖ്യാത ഇമോ മേഘനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേനജർജരോ ഗംഗാദ്യാസർഗശ്ചൈമാൻ സേവാർത്ഥം സമാഗതാഃ തഥാപി ന സമയേ ശ്രേയ സേവിതായ അസ്രേണി ഇദാനീം ശൃണ്വന്തു വാർത്താം
സചിത്തസ്തോത്രബോധന വാർത്താമേ വിദതാഭ്യസ്തിത്താം ശ്രുത്വാ സുഖമാവഹ ഉൽപ്പന്നാദ്രുവിണേ സദാബുദ്ധിം കർണാടകേകത ക്വചിൽ ക്വചിൽ മഹാരാഷ്ട്രേ ഗുർജരേ ജീവതാം ഗതാ തത്ര ഘോരകലേന്ദ്രോഗാൽ പാഖണ്ഡൈഃ ഖണ്ഡിതാം ഗതാ ദുർബലാഹം ചിരമ്യാദാ പുത്രാഭ്യാം സഹവന്ദതാ വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണീ ജാതാഹം യുവതേ സമ്യക് പ്രേഷ്ഠരൂപാതു സാമ്പ്രതം ഇമൗ തുസൈതാവത്രസോ മേ ക്ലിശതസ്മാൽ ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യതേ മയാ ജരഠത്വം സമായാതോ തേന ദുഃഖേന ദുഃഖിത സാഹം തുതരണീകസ്മാൽ സുഖോദ്ധാവിമൗ പുതഃ പ്രയാണം സഹജാതിത്വാൽ വൈപരീത്യം പുരസ്ഥിതം ഘടതേ ജരഠാമതാവരുണോദനയാവിധി അതസ്യോജാത്മാനം വിസ്മയാവിഷ്ടമാനസ വദനയോഗനിധേധീമൻ കാരണം ചാത്രകിം ഭവേൽ നാരദ ഉവാച ജ്ഞാനേന ആത്മനിവശ്യാൻ സർവവേദപ്രവാനഹേ ന വിഷാദസ്ത്രയാകാരോ ഹരിസ്സന്ദേ ഗരിഷ്യതി സൂത ഉവാച ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമുചേവനീശ്വര നാരദ ഉവാച ശൃണുഷ്വാഭിതാവാനേ യോയന്താരണഃ കലി തേന പ്രസ്തുതാചാരയോഗമാർഗസ്തപാംസിജ ജനാദ്യാസുരായന്തേ ശാഠ്യദുഷ്കർമകാരന ഇഹ സന്തോഷിന്തി പ്രഹർഷന്തി ഹ്യസാധവ ധത്തേ ധൈര്യം ദിനോധിമാൻ സതീരഃ പണ്ഡിതോധവ അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധന വർഷേ വർഷേ ക്രമാജാതമംഗളം നാഭിദൃശ്യതേ നത്വാഭിസുതൈഃ സാഗം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്ധേർജർജരത്വേന സംസ്ഥിത വൃന്ദാവനസംയോഗാരുലസ്തം തരുണീനവ ധന്യം വൃന്ദാവനം തേന ഭഗവതീയപ്രച അത്രേമോ ഗ്രാഹകാഭാവാൻ ന ജരാമഭിമുഞ്ചത കിഞ്ചിദാത്മസുഖേനേഹ പ്രസോപതിർമന്യതേനയോഃ ഭഗവതിരുവാച കഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹ്യസുജേ തലേ പ്രവർത്തേതു സർവസാരഃ പുത്ര പുത്രഗതോ മഹാൻ കരുണാപ്രണേധനാപ്യധർമ്മഃ കഥമീക്ഷ്യതേ ഇമം മേ സംശയം ചിത്തി ത്വദ്വാച സുഖിതാസ്മ്യഹം നാരദ ഉവാച യദ് പൃഷ്ടസ്ത്വയാപാനേ പ്രേമതഃ ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കസ്മലം തേ ഗമിഷ്യതി യദാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാന്ത്യകൃത്വാ സ്വപദം ഗതഃ തദ്ദിനാൽകലിനായാത സർവസാധനവാധന ദൃഷ്ട്വാ ദിഗ്വിജയരാജ്ഞാദീനോച്ചരണം കൃത ന മയാ മാരണീയോയം സാരംഗികസാരഭു തൽഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തദ്ഫലം ലഭതേ സമ്യക് ലൗകികേ സർവകീർത്തനാൽ ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവണ്ണം സാരനീരസം വിഷ്ണുരാധഃ സ്ഥാപിതവാൻ കിളിജാനം സുഖായ ച കുകർമാചരണാസാര സർവതോ നിർഗതോധുന പദാർത്ഥാഃ സംസ്ഥിതാ ഭൂമോ ബീജഹീനാസ്പൃശായഥാ വിപ്രയർഭാഗവതീ വാർത്താ ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാകരണലോഭേന തഥാ സർവസ്തതോഗതഃ അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരുരവചനാഃ തേ പ്രതിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോഗതഃ കാമക്രോധമഹാലോഭതൃഷ്ണാവ്യാകുലചേതസഃ തേ പ്രതിഷ്ഠന്തി തപസി തപസ്സാരസ്തതോഗതഃ മനസസ്സാജ്ജയാൻ ലോഭാൽ ദംഭാൽ പാഖണ്ഡ സംശ്രയാൽ ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗഫലം ഗതം പണ്ഡിതാസ്തു ഗണത്രേണ രമന്തേ മഹിഷാ ഇവ പുത്രസ്യ ഉൽപാദനേ ദക്ഷാ അദക്ഷാത്രിസാധനേ നഹി വൈഷ്ണവരാ പുത്രസമ്പ്രദായ പുരസ്സര ഏവം ഗുണേതാൻ പ്രാപ്തവസ്തുസാരസ്ഥലേ സ്ഥലേ അയം ദ്വിധർമ്മോ വർത്തതേ കസ്യ ദൂഷണം അദസ്തു പുനരീകാക്ഷസഹതേ നികടേ സ്ഥിത സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗത ഭഗവതിരുചൈവചോ ഭൂയ ശ്രൂയതാം തച്ച ശോനക ഭഗവതിരുവാച സുരക്ഷേ ത്വം ഹി ധന്യോസ്മി മദ്ഭാഗ്യേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം ജയ ജഗതി മായാം കസ്യകായാധവസ്തേ വചനരചനമേകം കേവലം ചാകനയ്യ ധ്രുവപദമതിയാതോ യൽകൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി ഇതി ശ്രീമദ്പുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ്ഭാഗവതമഹാത്മ്യേ ഭക്തിനാരദസമാഗമോ നാമ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. 693 അധ്യായമുള്ള പത്മപുരാണത്തിൽ
7 ഖണ്ഡങ്ങൾ, അതിൽ ഉത്തരഖണ്ഡം, അതിൽ 285 അധ്യായത്തിൽ 196 അധ്യായം മുതൽ 6 അധ്യായം, അതിലൊരു അധ്യായമാണ് പാരായണം ചെയ്തത്. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഓരോ പുരാണങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ഉണ്ടെന്നാണ്. നമുക്ക് ശ്രദ്ധ എവിടെയാണ്? നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? ശ്രദ്ധ എവിടെയാണ് വെക്കണം, അവിടെ നമുക്ക് രതി ഉണ്ടാവും. ആ രതിയുള്ള വിഷയത്തിൽ നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രം. ഭഗവാനോടുള്ള സ്നേഹത്തിന്റെ പേരാണ് നമ്മൾ ഭക്തി എന്ന് പേരുള്ളത്. എനിക്ക് എൻ്റെ ഭർത്താവിനോട് നല്ല ഭക്തിയാണ്, എനിക്ക് എൻ്റെ ഭാര്യയോട് നല്ല ഭക്തിയാണ്, എനിക്ക് എൻ്റെ കുട്ടിയോട് നല്ല ഭക്തിയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഭക്തിയാണെന്ന് പറയാറില്ല. എനിക്ക് എൻ്റെ ഗുരുനാഥനോട് നല്ല ഭക്തിയാണെന്ന് പറയുള്ളൂ. അച്ഛനമ്മമാരോട് നല്ല ഭക്തിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഭഗവാനോടുള്ളതിനും ആരാധ്യന്മാരായിട്ടുള്ളവരോടൊക്കെ നമ്മൾ ഭക്തി എന്ന് പറയും. ബാക്കിയുള്ളവർക്ക് നമ്മൾ സ്നേഹം എന്ന് പറയും. യഥാർത്ഥത്തിൽ ഒന്നെ ഭക്തിയും സ്നേഹം എന്നൊക്കെ പറയുന്നത് ഒന്നെന്നെയാണ്. ആ ഒരു സ്നേഹം നമ്മൾ ശ്രദ്ധയിലേക്ക് വെക്കണോ, അതിനോട് നമുക്ക് രതി കൂടുതലുണ്ടാവും. രതി ഏതിനോടാണോ കൂടുതൽ, അതിൽ നമുക്ക് ഭക്തി ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നെ ഉണ്ടാവുന്നത് ജ്ഞാനമാണ്. ആ ജ്ഞാനം പരമമായ ജ്ഞാനം, ഈ പ്രകൃതിയോട് ഉണ്ടാവുന്ന ജ്ഞാനത്തെ നമുക്ക് മുക്തിക്ക് വഴി കിട്ടില്ല. പ്രകൃതിയിൽ പിന്നെയും പിന്നെയും പുനരപി ജനനം പുനരപി മരണവും. വൈരാഗ്യം, ഇങ്ങനെ 5 സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ പ്രകൃതിയോട് ബന്ധപ്പെട്ട് നിൽക്കണോ ഈശ്വരനോട് ബന്ധപ്പെട്ട് നിൽക്കണോ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ ശ്രദ്ധ പ്രകൃതിയോടാണെങ്കിൽ നമ്മൾ വഴി അങ്ങടാ പോണത്. പ്രകൃതിയിൽ പിന്നെയും പിന്നെയും നമുക്ക് ജന്മങ്ങൾ ഉണ്ടാവാനുള്ള കാരണത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ശ്രദ്ധ നമുക്ക് പ്രകൃതിയോടാണെങ്കിൽ രതി പ്രകൃതിയിലാവും. പ്രകൃതി എത്ര മനോഹരം, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രകൃതി എത്ര എത്ര മനോഹരം. ഫോട്ടോ തന്നെ നമുക്ക് നോക്കിയിരുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയിരിക്കാൻ പറ്റില്ല. അതിങ്ങനെ ഇപ്പൊ മൊബൈലായി ഇങ്ങനെ തൊട്ടാൽ മതി, ചോട്ടിലേക്ക് എത്ര എത്ര ഫോട്ടോസ് അവര് അതുകൊണ്ട് രാത്രി അവിടെ ഇറങ്ങില്ല. ഇങ്ങനെ നീക്കിയാൽ മതി, നീക്കി 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 കണ്ണിന് അനന്തായി മണിക്കൂറുകൾ കഴിയണം നമ്മൾ അറിയില്ലേ. അതാണ് ഈ പ്രകൃതി, പ്രകൃതിയുടെ ഭംഗി. അത് കണ്ടാലും കണ്ടാലും മതിയാവില്ല. അത്ര മനോഹരമായിട്ടുള്ള പ്രകൃതിയിൽ നമ്മൾ അങ്ങോട്ട് രതി നമുക്ക് വരും. അപ്പൊ നമ്മുടെ ശ്രദ്ധ പ്രകൃതിയിലാണെങ്കിൽ പ്രകൃതിയോടും തന്നെ നമുക്ക് രതി വരും. പിന്നെയോ ഈ പ്രകൃതിയോട് നല്ല ഭക്തിയാവും. ഈ പ്രകൃതിയോട് ഭക്തിയാവുമ്പോൾ പ്രകൃതിയെ കുറിച്ചുള്ള ജ്ഞാനങ്ങൾ അത് 3G 4G 5G 6G കൊണ്ട് നിൽക്കില്ല. അതിന്റെ ജ്ഞാനം എവിടെയും നിൽക്കില്ല. അതങ്ങനെ ജ്ഞാനം ഇല്ലാണ്ട് കയറി വരും. പിന്നെയോ വൈരാഗ്യം, ഭഗവാനോട് നല്ല വൈരാഗ്യം വന്നു. ഭഗവാനോട് നല്ല വൈരാഗ്യവും വരും, ഈ പ്രകൃതിയോട് നല്ല ഭക്തിയും വരും. അപ്പൊ നമ്മൾ ഏത് റൂട്ടിൽ പോകണം? രണ്ട് റൂട്ടാണുള്ളത്. ശ്രദ്ധ നമുക്ക് ഈ പ്രകൃതി വസ്തുക്കളോടാണ് വെക്കണമെങ്കിൽ നമ്മൾ മെല്ലെ റൂട്ട് പഠിച്ചപ്പോൾ പോകും. അവസാനം എന്തായി? വൈരാഗ്യം ഭഗവാനോടാണ് ആയത്. ഇത് നേരെ തിരിച്ചാക്കി വെക്കുക. ശ്രദ്ധ ആദ്യം തന്നെ ഭഗവാനോടാക്കി വെക്കുക. എപ്പോഴും ഭഗവാനെ തന്നെ ചിന്തിക്കണം, നമുക്ക് ഉറപ്പിക്കണം. എന്നാലേ ഭാഗവത് നമുക്ക് ഗുണം ചെയ്യുള്ളൂ. ഓരോ സമയം നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെ ചിന്തിക്കുന്നത് ഭഗവാനെ കുറിച്ച് തന്നെയാണോ? നമ്മുടെ നാമം അറിയാതെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണ് ഭഗവാന്റെ രൂപം തന്നെ കണ്ടിട്ട് അതിൽ നിന്ന് ലയിച്ചിരിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അതാണ് ശ്രദ്ധ ആദ്യം കാരണം. നമ്മൾ നമ്മളെ കുറിച്ച് ശ്രദ്ധിക്കണം. 7 ദിവസം ഉള്ള കാര്യം പറയണത്. 7 ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് സഹസ്രനാമം ജപിക്കാം. അങ്ങനെയാണ് തീരുമാനിക്കുക. 6 to 6 ആക്കുക. രാവിലെ 6 മണിക്ക് സഹസ്രനാമം.
അപ്പോൾ 5 മണിക്ക് ഞാൻ അവിടെ സ്റ്റേജിലെത്തും. എന്നിട്ട് പൂജാതി കാര്യങ്ങളൊക്കെ ഓരോന്നും കഴിഞ്ഞ് സഹസ്രനാമം ജപിക്കാറാവുന്നത് ഭഗവാനെ 5 മണിക്ക് 5:05 വിളിച്ചുണർത്തി ഭഗവാനെ കുളിപ്പിച്ച് മന്ത്രം ജപിച്ച് അഭിഷേകം ചെയ്ത് കുളിപ്പിച്ച് ഭഗവാനെ അലങ്കരിച്ച് ഭഗവാന് ജലഗന്ധ പുഷ്പ ധൂപ ദീപ നിവേദ്യ നൃത്ത ഗീത വാദ്യ അപൂർവ താമ്പൂലം അതുവർക്ക് രാജോപചാരങ്ങളൊക്കെ കൊടുത്ത് നിയാമങ്ങളൊക്കെ ഒക്കെ ചുരുക്കി വേഗം വേഗം കൊടുത്ത് സമർപ്പിക്കുമ്പോഴേക്കും ഏതാണ്ട് 6 മണി. ആ 6 മണിയാകുമ്പോൾ ഭഗവാന് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്ത് സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക. എന്നിട്ട് ഭഗവാനോട് കുറച്ച് പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ ശ്രീമദ് ഭാഗവതം കയ്യിലെടുക്കുക. ഇതാണ് ഒരു ചിട്ട. ഈ ഓരോ നിമിഷങ്ങൾ 6 മണിക്ക് സഹസ്രനാമം ജപിച്ച് പിന്നെ ഇടപെടലില്ലാതെ 8:30 നിർത്തി വേണമെങ്കിൽ കുറച്ച് നേരം പ്രഭാത ഭക്ഷണം കഴിക്കാൻ നിർത്തുക. അങ്ങനെയൊക്കെ ഒരു ചിട്ട ഉണ്ടാവും. ഇതൊക്കെ നമ്മളുണ്ടാക്കിയ ഒരു ചിട്ടയാണ്. പരീക്ഷയ്ക്ക് നിങ്ങളൊരു വെള്ളം കുടിക്കാൻ പോലും നിർത്തിയിട്ടില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്ര ദിവസം പറ്റും, ഇല്ലെങ്കിൽ എത്ര നേരം പറ്റും, എങ്ങനെയായാലും വിഷമില്ലാതെ കേൾക്കുകയാണ് വേണ്ടത് എന്നുള്ളതുകൊണ്ട് 8:30 അങ്ങനെയൊക്കെ നിർത്താറുണ്ടാവും. അപ്പം എങ്ങനെ സാധാരണ അത് വെച്ച് അങ്ങനെയൊക്കെ ഞാൻ പുതിയൊരു ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല. എന്തായാലും പിന്നെ വേഗം കഴിഞ്ഞാൽ വേഗം തുടങ്ങുക. പ്രഭാത ഭക്ഷണം കഴിക്കലില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിർത്തലില്ല. പിന്നെ 12:45 വരെ 3.5 മണിക്കൂറെങ്കിലും ഇന്നാലെ ആസനം ചെയ്യാൻ വരുന്നത്. യോഗാഭ്യാസം ചെയ്യണമെങ്കിൽ 3.5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഇളകാണ്ടിരിക്കാറാവണമെന്നാണ്. ഇപ്പൊ നമുക്ക് സൗകര്യത്തിനൊക്കെ ചാരാൻ പിന്നിലെ കസേരയിലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. വേണമെങ്കിൽ ചാരിയാലും ഇളകാണ്ടിരിക്കാൻ പറ്റുമോ നോക്കാനുള്ള സമയമാണ്. 9 മണിക്ക് തുടങ്ങിയാൽ ഇനി 9:15 തുടങ്ങിയാൽ 12:45 വരെ. അപ്പൊ അതിന് മുമ്പ് തന്നെ ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കിൽ പോയി വരിക. പിന്നെ അതിൻ്റെ ഇടയിൽ നിർത്തുമെന്ന് വിചാരിക്കുന്നത്. ഇളകാണ്ട് മഴക്കാലമാണ്. അപ്പോൾ ടാങ്കൊക്കെ വേഗം ഫില്ലാവും. അപ്പോൾ അതനുസരിച്ച് മുമ്പേ തന്നെ അതൊക്കെ ഒഴിവാക്കി വേഗം വരിക. എന്നിട്ട് 12:45 വരെ ഇളകാണ്ട് ശ്രദ്ധയോടുകൂടി ഏത് നിമിഷവും അങ്ങോട്ട് കൂടെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് ഇരിക്കാൻ പറ്റുമെന്നൊന്നും ഒരു തപസ് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ആദ്യം തുടങ്ങും. 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ അതൊക്കെ അതാത് ഇന്നുകൊണ്ട് ദിവസത്തെ പോഷൻ കുറച്ച് പിന്നിലാണെങ്കിൽ ചിലപ്പോൾ വേഗം തുടങ്ങി വരും. വെറുതെ നമുക്ക് ഈ വെറുതെ ഇട്ടാൽ എന്താണെന്നറിയോ, അപ്പൊ നമ്മൾ വേണ്ടാത്ത വർത്താനം പറയുന്നത് നമുക്ക് നമ്മളെ തിരിച്ചറിയില്ലേ. അതുകൊണ്ട് ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാൽ മുട്ടാൻ തുടങ്ങുകയും പിന്നെ എത്ര മണിക്കാണ് തുടങ്ങിയതൊന്നുമില്ല. അപ്പൊ വേറെ എങ്കിലും പോകണമെന്നിരിക്കണ്ട. ഇവിടെ ഭക്ഷണമൊക്കെ തരുന്നത് എന്താ വെച്ചാൽ വേറൊരു ചുമതലയും നമുക്ക് ഇല്ലാണ്ടാക്കി തീർക്കാനാണ്. അതുകൊണ്ട് പിന്നെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സദ്യ ഒഴിവാക്കുക. അത്യാവശ്യമുള്ള ഭക്ഷണം മാത്രമേ. സദ്യയൊക്കെ ഈ ഉത്സവമൊക്കെ ആണെങ്കിൽ സദ്യയൊക്കെ ഇട്ടാവാം. പക്ഷെ ഭാഗവത സപ്താഹത്തിൽ ഒരിക്കലും സദ്യ ഒന്നും വേണ്ട. ചോറും കൂട്ടാനും പേരും ഇനി അതെന്നെ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കുറേശ്ശൊക്കെ കുറച്ച് ചോറും മോരും മാത്രം അയച്ചാലും തൈര് മാത്രമാണെങ്കിലും ജീവനൊക്കെ നിലനിർത്തുക. അപ്പൊ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയതായ ഭക്ഷണം അത്രേ പാടുള്ളൂ. ഈ രുക്മിണി സ്വയംവരത്തിന് അന്ന് മാത്രം ഇനി എന്താ വെച്ചാൽ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് കുറച്ചു കൊണ്ടുവന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഭാഗവതത്തിൽ തന്നെ. ഏത് നിമിഷവും വേറൊരു വർത്തമാനവും പറയാണ്ട് വേറെ ഒന്നും ചിന്തിക്കാണ്ട് എപ്പോഴും ഇതിൽ തന്നെ ചിന്തിക്കുക. കേട്ട കഥകളെ കുറിച്ച് കേൾക്കാൻ പോകുന്ന കഥകളെ കുറിച്ചോ ഒക്കെ ചിന്തിച്ചോളൂ. വേറൊന്നും ചിന്തിക്കരുത്. ഭാഗവത അല്ലാണ്ട് വേറെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ പറ്റും. എത്ര നേരം നമുക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റും? വേറൊരു വിഷയവും ചിന്തിക്കാതെ ഭാഗവതത്തെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെ വൈകുന്നേരം 6 മണി വരെ 6 മണിക്ക് സമർപ്പിക്കും. ഏതാണ്ട് 6:15 എങ്ങനെയും സമർപ്പിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം മുഴുവൻ ഭഗവാനെ കുറിച്ചുള്ള ചിന്താവോ സത്താൻ ഇന്നത്തെ കഴിയുമല്ലോ. ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ വർത്താനം പറയാമെന്ന് വിചാരിക്കരുത്. പിന്നെ അവൻ രാത്രി കിടന്നുറങ്ങാനോ അതും വിചാരിക്കരുത്. കിടന്നുറങ്ങിക്കോളൊന്നുമില്ല. ഉറക്കം വരും. നീ കിടന്നുറങ്ങാണ്ട് വയ്യാന്നാവുമ്പോൾ മാത്രം കുറച്ച് കിടന്നുറങ്ങുക. പിന്നെ ഉണർന്ന ഉടൻ നീക്കുക. അപ്പൊ തന്നെ നാമം ജപിക്കാനായിട്ട് തുടങ്ങുക. കിടന്നത് 1 മണിക്കാ 2 മണിക്കെന്നെ ഉണർന്നു വെച്ചാൽ അത്ര ഉറങ്ങിയാൽ മതി എന്ന് അർത്ഥമാണ്. അതുകൊണ്ട് 2 മണിക്ക് തന്നെ നീക്കുക. എന്നിട്ട് നാമം ജപിക്കാൻ തുടങ്ങുക. പിന്നെ കുളിച്ചിട്ട് ഒക്കെ കഴിഞ്ഞ 6 മണിയോ അല്ലെങ്കിൽ 5 മണിയൊക്കെ ഇവിടെ എത്തുക. പിന്നെ ഇതിലാണ് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 7 ദിവസം മുഴുവൻ സമയം നമുക്ക് എത്രത്തോളം
ഭഗവാനെ തന്നെ ചിന്തിക്കാൻ പറ്റൂ. അത് നമ്മളെ ആ ഒരു ശ്രദ്ധ നമ്മൾ വെക്കണ്ടെങ്കിൽ ആ ഭാഗവതത്തില്, ഈ ഭാഗവത സപ്താഹത്തില് നമ്മൾ എത്രത്തോളം ശ്രദ്ധ വെക്കുമോ അത്രത്തോളം നമുക്ക് രതി ഉണ്ടാവും, അത്രത്തോളം നമുക്ക് ഭക്തി ഉണ്ടാവും, അത്രത്തോളം നമുക്ക് ജ്ഞാനം ഉദിക്കും, ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. നമ്മളുടെ ശ്രദ്ധ എവിടെ? അപ്പൊ നമുക്ക് രതി ഭഗവാനിലാവുണ്ടോ, ആ കൃഷ്ണനിലാവുണ്ടോ, ത്രിമൂർത്തികളിലാവുണ്ടോ, സച്ചിദാനന്ദമൂർത്തിയിലാവുണ്ടോ, ഭഗവതിയിലാവുണ്ടോ എന്ന് നമ്മൾ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ രതി നമുക്ക് ഭഗവാനിലേക്ക് രതി മറക്കണം. അങ്ങനെ ശ്രദ്ധാരതി, പിന്നെ ഭക്തി നമുക്ക് തന്നെ ഉണ്ടായിക്കോളും. ആ ഭക്തി ഉണ്ടെങ്കിൽ പിന്നെ ജ്ഞാനവും വൈരാഗ്യവും, ഈ പ്രകൃതിയോട് നമുക്ക് വൈരാഗ്യം വരും. ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം വരുമ്പോൾ പ്രകൃതിയോടുള്ള വൈരാഗ്യം നമുക്ക് വരും. ഒന്നും വേണ്ട നമുക്ക് തോന്നും, ഭഗവാൻ മാത്രം മതി എന്ന് തോന്നും. ആ ഒരു തോന്നലാണ് നമുക്ക് ഭാഗവതത്തിലൂടെ ഉണ്ടാകുന്നത്. ഈ കലികാലത്തില് നാരദ മഹർഷി ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെയും ഭക്തി കാണാൻ കേട്ട് വിഷമിച്ചപ്പോ ഭക്തി ദേവി ഒരു കുട്ടിയായിട്ടിരിക്കുന്നു, പെൺകുട്ടിയായിട്ട് കിടന്നുറങ്ങുന്നു. ജ്ഞാന വൈരാഗ്യങ്ങൾ വൃദ്ധന്മാരായിട്ട് അവരെ ഉണർത്താൻ വേദങ്ങളൊക്കെ ചൊല്ലി നോക്കിയിട്ട് ഉണർന്നില്ല. അവസാനം സനകാദികളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അറിയില്ല അവരെ ഉണർത്താൻ ഉള്ള വഴി. പണ്ട് അമ്മയ്ക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, അങ്ങനെ വേദന്യാസൻ പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്നൊക്കെ ഓർമ്മപ്പെടുത്തിയപ്പോ എനിക്കിപ്പോ അത് പറഞ്ഞു തരുമോ, നമുക്ക് പോവാ ഗംഗാദ്വാരത്തിൽ ആനന്ദതലത്തില് എന്ന് പറഞ്ഞ് സനകാദികൾ കൂട്ടിക്കൊണ്ടുപോയി നാരദനെ അവിടേക്ക്. നിരവധി പണ്ഡിതന്മാർ അവിടെ എത്തി. അവിടെ ആ ഭാഗവത മഹാത്മ്യങ്ങൾ പറയാൻ തുടങ്ങി. ആത്മദേവന്റെ കഥ. കുട്ടികളുണ്ടാവാണ്ട് വിഷമിച്ച് കാട്ടിലേക്ക് പോയപ്പോ ഒരു ഋഷിയെ കണ്ടു. ആ ഋഷി ഒരു പഴം കൊടുത്തു, ഇത് പത്നിക്ക് കൊടുത്തോളൂ, കുട്ടികളുണ്ടാവും. പത്നി അത് പശുവിന് കൊടുത്തു, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. പശു പ്രസവിച്ചു. ഗോകർണൻ എന്നൊരു മിടുമിടുക്കനായിട്ടുള്ള ഭൂമിയെ അനിയത്തെ പ്രസവിച്ചപ്പോ കൊല്ലപ്പെട്ടു. ഈ ദുഷ്ടനായിട്ടുള്ള ആത്മദേവൻ ഗോകർണനൊന്നും പോവാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എന്താ വിമാനം ഇല്ലേന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങൾ നേരെ കഥയിൽ ശ്രദ്ധിച്ചിട്ടില്ല, നീ ശ്രദ്ധിച്ച ആദ്യം ചെയ്തോളൂ, അപ്പൊ നിങ്ങൾക്കും വിമാനം കൊണ്ടുവരാം എന്ന് വിഷ്ണുപാരീഷന്മാര് പറഞ്ഞു. ആദ്യം അവിടെ നിന്ന് ഭാഗവതം വായിച്ചു ഗോകർണൻ. അപ്പൊ വിമാനം ആദ്യം വന്നു 7 ദിവസം കഴിഞ്ഞപ്പോ. അപ്പൊ അതില് കുറെ ആൾക്കാർക്ക് കയറാൻ പറ്റി. പിന്നെ അതിൽ കയറാൻ യോഗ്യതയില്ലാത്തവരുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അപ്പൊ നമുക്ക് വിമാനം വരും ഭഗവാനിലേക്ക് എത്താൻ. നമ്മളുടെ ശ്രദ്ധ കുറയുണ്ടോ നമുക്ക് വിമാനം വരില്ല. അപ്പൊ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉൾക്കൊള്ളണം. ഈ ആനന്ദതലത്തില് ഭാഗവത മാഹാത്മ്യം ആത്മദേവന്റെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് സനകാദികള് നാരദാദികൾക്ക് ഉപദേശിക്കുമ്പോ അപ്പൊ തന്നെ ഇതാ വന്നു ഭക്തിദേവി തന്റെ മക്കളായിട്ടുള്ള വൃദ്ധന്മാരെ ജ്ഞാന വൈരാഗ്യങ്ങളെയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ പോന്നു. നാമഘോഷം കേട്ടിട്ട് അവര് ഓടി വന്നു. പോലെ ഞാൻ എവിടെ ഇരിക്കണോ ചോദിച്ചപ്പോ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഇട്ടോളാൻ പറഞ്ഞു ഭക്തിയോട്. ഭക്തിദേവിയോട് ഞാൻ എവിടെ ഇരിക്കാം എന്ന് ചോദിച്ചപ്പോ ഓരോ ഭക്തന്മാരുടെയും ഹൃദയത്തിൽ കയറി ഇരുന്നോളൂ എന്ന് സനകാദികൾ പറഞ്ഞപ്പോ ആ ഭക്തിദേവി ജ്ഞാന വൈരാഗ്യത്തോടുകൂടി ഓരോ ഭക്തന്മാരുടെ ഹൃദയത്തിൽ കയറിയിരുന്നു. ആ കഥ ഭക്തി എവിടെ ഉണ്ടോ അവിടെയാണ്. നാമം വസാമി വൈകുണ്ഠേ, ഭഗവാൻ തന്നെയല്ലേ പറയണത്. എവിടെ ഞാൻ വസിക്കുക? ഭക്തന്മാർ ഭക്തരായ എത്ര ഗായന്തി തത്ര
ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭഗവാന് ഏറ്റവും സുഖമായിട്ട് വസിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് ഭക്തിയുടെ ഉടമകളാവുക, ഭഗവാനോടുള്ള നിഷ്കളങ്ക പ്രേമത്തിന്റെ ഉടമകളാവുക. അതിനു വേണ്ടിയിട്ടാണ് കഥകൾ അനുസ്മരിക്കുന്നത്. ആ കഥകളിൽ മുഴുവൻ നമ്മൾ ശ്രമിക്കണം. വേറെ എവിടേക്കും ശ്രദ്ധ വയ്ക്കാതെ, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ നമ്മൾ ആ ഭാഗവതത്തിന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ 7 ദിവസം പൂർണ്ണമായിട്ടും ഇതിൽ മുഴുക. അതിനെല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള വിമാനങ്ങൾ 7ാമത്തെ ദിവസം വരും. അപ്പോഴേക്കുള്ള ടിക്കറ്റ് ഇപ്പൊ തന്നെ എടുത്തോളൂ. ബാക്കി എന്തിനെങ്കിലുമൊക്കെ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്തോളൂ. ഇപ്പൊ മനസ്സിന്റെ ഉള്ളില് ഉറപ്പിച്ചൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാം. ഇപ്പോഴേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞാൽ ഹൗസ്ഫുൾ ആവും. ഇപ്പൊ തന്നെ ടിക്കറ്റ് ഫില്ലാവുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ തന്നെ 7ാമത്തെ ദിവസം ഉള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. ഈ ഇരിക്കുന്നവർക്കൊക്കെ കോടാനുകോടി ജീവാത്മാക്കൾക്കൊക്കെ ഇപ്പൊ വിതരണം ചെയ്യും. എത്ര ആളുകളുണ്ടെങ്കിൽ അത്ര സീറ്റാ ബുക്ക് ചെയ്യുക. പക്ഷെ പിന്നെ ഒരാൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ 7ാമത്തെ ദിവസം എന്നെയും കൊണ്ടുപോണേ പ്രാർത്ഥിക്കൂ. ആ ടിക്കറ്റ് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ. വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇനി നമുക്ക് 7ാമത്തെ ദിവസം കഴിഞ്ഞാൽ ശരീരം വേണമെന്ന് മോഹിക്കണം. ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണ്ടുവോളം ആ ടിക്കറ്റിന് യോഗ്യത ഉണ്ടാവുന്നത്ര നമുക്ക് ഭക്തി, ജ്ഞാനങ്ങൾ, വൈരാഗ്യങ്ങൾ ഉണ്ടാക്കി തരുന്നതെന്ന് പ്രാർത്ഥിച്ച് നാളെ രാവിലെ എല്ലാം ഈ പറഞ്ഞ പോലെ സമയക്രമീകരണത്തോടുകൂടി നമുക്ക് ഭാഗവതം ആസ്വദിക്കാനുള്ള ശക്തി മഹാദേവനും പാർവതി ദേവിയും അയ്യപ്പനും എല്ലാവരും പൂർണ്ണത്രയീശനും പൂർണ്ണമായിട്ട് നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണം കുന്ദമുരാരെ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമഃ പാർവതീപതയേ. जानकीकान्तस्मरणं जय राम राम. आञ्जनेय स्वामी की जय. स्वामिये शरणमय्यप्पा. सर्वत्र गोविन्दनाम संकीर्तनं. गोविन्द गोविन्द.